ഞാൻ അജിംസ ഇതിൽ 2-3 കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഒന്ന്, കെ വി തോമസിൻ്റെയും പി എസ് സിയുടെ മെമ്പർമാരുടെയും മാത്രമല്ല, രാഷ്ട്രീയ നിയമനമായ ഗവൺമെൻറ് പ്ലീഡർമാരുടെ ശമ്പളം 30,000 രൂപ വെച്ച് കൂട്ടി. 100 കണക്കിന് ഗവൺമെൻറ് പ്ലീഡർമാരുണ്ട് കേരളത്തിൽ. അതൊക്കെ രാഷ്ട്രീയ നിയമനമാണ്. ഗവൺമെൻറ് പ്ലീഡർമാരുടെ ശമ്പളം കൂട്ടിയത് എന്തടിസ്ഥാനത്തിലാണ്? ഇവിടെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഒക്കെ ഈ പറഞ്ഞ ബഹുമാന്യമായ PSC തിരഞ്ഞെടുത്ത് വരുന്ന ആളുകളുണ്ട്. അവരുടെ ശമ്പളം കൂട്ടില്ല. രാഷ്ട്രീയമായി അതിന് ഞാൻ 2-3 കാരണങ്ങളുണ്ട്. പ്ലീഡർമാരുടെ പറയാനുള്ള ഒരു പ്രധാന കാരണം, PSCയിലേക്ക് രണ്ടാമത് വരാം. കെ വി തോമസ് പറയേണ്ട കാര്യമില്ല, കാരണം അത് പിന്നെ ഒരു വേസ്റ്റാണ്. കാരണം ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് എന്തോ ഇപ്പോൾ കിട്ടും, ഇയാളവിടെ പോയിട്ട് എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ സ്ഥിരമായി കേന്ദ്രത്തിൽ നിന്നൊന്നും കിട്ടുന്നില്ല എന്നുള്ള കൂട്ടക്കരച്ചിലും അതവിടെ നിൽക്കട്ടെ. അയാൾ പിന്നെ എന്തിനാ അവിടെ പോയിരിക്കണേ എന്നുള്ളത് നമുക്ക് ആലോചിച്ചറിയാം. അതൊരു ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയാണ്. ഉപകാരം ഉണ്ടായെന്ന് എനിക്കറിയില്ല. അപ്പോൾ പ്രശ്നം അതല്ല. ഞാൻ ഈ പ്ലീഡർമാരുടെ കാര്യം പ്രത്യേകം പറയാനുള്ള ഒരു കാരണമുണ്ട്. മര്യാദക്കുള്ള ഒരു കേസ് ഈ പ്ലീഡർമാർ വാദിക്കാറില്ല. നമുക്കറിയാം, സർക്കാരിന് നിർബന്ധമായുള്ള കേസുകൾ മുഴുവൻ സുപ്രീം കോടതിയിൽ നിന്ന് വക്കീൽ വരും. അത് ലാവ്ലിൻ മുതൽ ഈ പറഞ്ഞ പേരിയ കൊലക്കേസ് വരെ സുപ്രീം കോടതിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൊടുത്ത്, അത് ഏത് ഗവൺമെൻറ് കാലത്തും ചിലപ്പോൾ ചെയ്യാറുണ്ടാവും, കൊണ്ടുവന്ന് സർക്കാരിൻ്റെ കേസ് വാദിക്കും. ഈ ഗവൺമെൻറ് പ്ലീഡർമാരെന്ന് പറയുന്നത് അവരുടെയൊക്കെ ഒരു ക്വാളിറ്റി നമ്മൾ പരിശോധിച്ചാൽ ഒരു ക്വാളിറ്റി അവർക്കില്ല. PSC മെമ്പർമാരുടെ ക്വാളിറ്റി ഒന്നും പറയണ്ട. അത് നേരത്തെ പ്രിയദർശൻ തമ്പി തന്നെ പറഞ്ഞു. ഓരോ പാർട്ടി നിയോഗിക്കുന്ന ആളുകൾ അവരുടെ ക്വാളിറ്റി നോക്കാൻ ഇവിടെ യാതൊരു നിവൃത്തിയില്ല. മന്ത്രിമാരാവണമെങ്കിൽ ചുരുങ്ങിയത് MLA-മാരാവണമെന്നെങ്കിലും ഉണ്ട്. എന്നുവെച്ചാൽ ഒരു മണ്ഡലത്തിൽ ജയിച്ച MLA ആവണം. ഈ PSC മെമ്പറാവാൻ നിങ്ങൾക്ക് SLC പാസ്സാവണമെന്നില്ല. ഒരു ക്വാളിറ്റി ഇല്ല. SLC പാസ്സാവാത്തവനും PSC മെമ്പറാവും. അതുകൊണ്ടാണ് PSCയുടെ ചോദ്യ പേപ്പറൊക്കെ പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ PSCയുടെ കേസൊക്കെ ഉണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും അറിയാം, പോലീസ് നിയമനത്തിൽ കുറേ കൊല്ലായില്ലോ അവിടെ 2-3 പേര് കോപ്പി അടിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരെ പുറത്താക്കിയിട്ട് ആ കേസ് എന്തെങ്കിലും ആയോ? ആവില്ല. കാരണം PSC ഗംഭീര സ്ഥാപനമാണ് നമ്മൾ പറയുമ്പോഴും. അത് പോട്ടെ, ഈ ഗവൺമെൻറ് ലീഡർമാരുടെ കാര്യത്തിൽ ഞാൻ പറയാനുള്ള ഒരു കാര്യം, PSC പാസ്സായി വന്ന ഗവൺമെൻറ് ലീഡർമാർക്ക് കൊടുക്കുന്നില്ല ശമ്പളം. ഗവൺമെൻറ് നിയമിച്ച ലീഡർമാർക്ക് ഇവർക്ക് 30,000 രൂപയാണ് കൂട്ടിക്കൊടുത്തത്. ഇപ്പോൾ ഈ തീരുമാനത്തിൻ്റെ കൂടെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് PSCക്കാർക്ക് കൊടുക്കുന്ന മാതിരിയൊന്നുമല്ല, വലിയൊരു ഇമ്പാക്റ്റാണ്. ഇത് മുഴുവൻ ഗവൺമെൻറ് രാഷ്ട്രീയ കക്ഷികൾ നിയമിക്കുന്ന ഗവൺമെൻറ് ലീഡർമാർ. അത് എനിക്കറിയാം, ക്വാളിറ്റിയൊക്കെ നമുക്കറിയാം. അവർ പലരും ഒരു കേസ് പോലും എടുത്തിട്ടില്ല. ഇനി കേസ് എടുത്താൽ തന്നെ തോൽക്കും, അതുകൊണ്ട് അവരെ മാറ്റും, ഒക്കെ ഉണ്ട്.